നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ജോലി, വിസ, പൗരത്വ അപേക്ഷകൾ എന്നിവയിൽ കർശന പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നു. വർദ്ധിച്ച ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ UK-യിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 2025-ലെ ബ്രിട്ടീഷ് ബജറ്റിൽ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് ജോലി വിസകളിലും പൗരത്വ അപേക്ഷകളിലും കർശന പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് ഇത് തൊഴിൽ, കുടുംബ വിസകൾ, ഗ്രീൻ കാർഡ് നിലനിർത്തൽ എന്നിവയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ദീർഘനാളത്തെ വിദേശയാത്രകൾ ഒഴിവാക്കണം. മലയാളി കമ്മ്യൂണിറ്റികൾ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട്. UK-യിലെ ജോലി, വിദ്യാഭ്യാസ അവസരങ്ങളെ ഇത് ബാധിച്ചേക്കാം. ഇന്ത്യൻ IT, ആരോഗ്യ, കാർഷിക മേഖലകൾക്ക് UK-യിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കും. UK-ഇന്ത്യ വ്യാപാര കരാർ ചർച്ചകൾ UK-യും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ചർച്ചകൾ 2025-ൽ തുടരുകയാണ്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായികൾക്ക് പ്രധാനമാണ്. ഈ കരാർ ഇന്ത്യൻ IT, ആരോഗ്യ, കാർഷിക മേഖലകൾക്ക് UK-യിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കും. മലയാളി നഴ്സുമാർ, IT പ്രൊഫഷണലുകൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് ഈ കരാർ ഗുണം ചെയ്യും. എന്നാൽ വിസ നിയന്ത്രണങ്ങളും തൊഴിൽ നയങ്ങളും ചർച്ചകളിൽ വെല്ലുവിളിയാണ്. UK-യിലെ മലയാളി സംഘടനകൾ ഈ വിഷയത്തിൽ സർക്കാരുമായി സഹകരിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇത് പ്രവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഭാവിയെ ബാധിക്കും. റിഫോം UK സ്ഥാനാർത്ഥികൾ വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായി ആരോപണം. റിഫോം UK പാർട്ടി മെയ് 1-ന് നടക്കുന്ന ഇംഗ്ലീഷ് കൗൺസിൽ തെരഞ്ഞെടുപ്പിനായി 1600-ലധികം സ്ഥാനാർത്ഥികളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സ്ഥാനാർത്ഥി പരിശോധനാ പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. പാർട്ടി നേതാവ് നൈജൽ ഫറാജ് മറ്റ് പാർട്ടികളേക്കാൾ മികച്ച പരിശോധനാ സംവിധാനം നടപ്പിലാക്കിയതായി ഡോവറിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ അവകാശപ്പെട്ടു. എന്നാൽ വംശീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഹോപ്പ് നോട്ട് ഹേറ്റ് എന്ന സംഘടന 14 റിഫോം UK സ്ഥാനാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വിദ്വേഷവും അതിവാദ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി. ഒരു സ്ഥാനാർത്ഥി ഇസ്ലാമിനെ ഒരു വലിയ ആണവ ബോംബ് ഉപയോഗിച്ച് ഇല്ലാതാക്കണമെന്നും മറ്റൊരാൾ ബ്രാഡ്ഫോർഡിനെ ദുഷ്കരമായ സ്ഥലം എന്നും വിശേഷിപ്പിച്ച് പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റുകൾ ഫേസ്ബുക്കിലും Xലും പൊതുവായി ലഭ്യമായിരുന്നുവെങ്കിലും ചിലത് ഇപ്പോൾ മറച്ചോ ഡിലീറ്റ് ചെയ്തോ ആണ്. BBC ഈ പോസ്റ്റുകൾ പരിശോധിച്ചെങ്കിലും റിഫോം UK ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. ഷിഫ്റ്റ് കഴിഞ്ഞ് ക്ഷീണിച്ച് വാഹനമോടിക്കുന്ന NHS ജീവനക്കാർ അപകടത്തിൽപ്പെടുന്നു. രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് വാച്ച് ഡോഗ്. NHS ജീവനക്കാരുടെ ക്ഷീണം രോഗികളുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് ഹെൽത്ത് സർവീസസ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബോഡി മുന്നറിയിപ്പ് നൽകുന്നു. ദീർഘനേരം ജോലി ചെയ്ത ശേഷം വാഹനം ഓടിക്കുന്നതിനിടെ ജീവനക്കാർ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. റോഡുകളിൽ മാത്രമല്ല ആശുപത്രികളിലെയും പ്രവർത്തനങ്ങളെ ജീവനക്കാരുടെ ക്ഷീണാവസ്ഥ ബാധിക്കുന്നുണ്ട്. രോഗികൾക്ക് ആരോഗ്യ പ്രവർത്തകരുടെ ഈ അവസ്ഥ ഭീഷണിയാണെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഡോക്ടർമാരും നഴ്സുമാരും ക്ഷീണിതരായി കാണുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്നും ചില പിഴവുകൾ രോഗികളെ സാരമായി ബാധിക്കുമെന്നിരിക്കെ ജീവനക്കാർക്ക് വേണ്ട കൃത്യമായ വിശ്രമം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. HSSIB റിപ്പോർട്ട് പ്രകാരം ഏകദേശം 100 ജീവനക്കാരുമായുള്ള അഭിമുഖങ്ങളെ അടിസ്ഥാനമാക്കി ദീർഘകരമായ ഷിഫ്റ്റുകൾ, ജോലിഭാരം, വിശ്രമ സൗകര്യങ്ങളുടെ അഭാവം എന്നിവ ക്ഷീണത്തിന് കാരണമാകുന്നതായി കണ്ടെത്തി. 2015-ൽ ഡോക്ടർ റൊണാക് പട്ടേൽ, 2022-ൽ ഡോക്ടർ ജ്യോതിസ് മനാലയിൽ എന്നിവരുടെ മരണം ദീർഘനേര ഷിഫ്റ്റിന് ശേഷമുണ്ടായ വാഹനാപകടങ്ങളിലാണെന്നും ഈ സംഭവങ്ങൾ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ NHS കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യത്തിന് ശക്തി പകർന്നു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പെട്രീഷ്യ മാർക്വേസ് ജീവനക്കാരുടെ അമിത ജോലിയും ജനറൽ ഡ്യൂട്ടി ഓഫ് കെയർ ലംഘനവും മാരകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി മുന്നറിയിപ്പ് നൽകി. NHS ട്രസ്റ്റുകൾ വിശ്രമ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. യുവജനങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി 1 in 1 out മൊബിലിറ്റി പദ്ധതിക്ക് ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർ തയ്യാറാണെന്ന് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പദ്ധതി ബ്രിട്ടീഷ് യൂറോപ്യൻ യുവാക്കൾക്ക് യൂറോപ്പിൽ ജോലി ചെയ്യാനും പഠിക്കാനും അവസരം നൽകും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമമായാണ് ഇത് കാണുന്നത്. ബ്രെക്സിറ്റിന് ശേഷം യുവാക്കൾക്ക് യൂറോപ്പിൽ അവസരങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഈ പദ്ധതി പ്രതീക്ഷ നൽകുന്നു. വാട്ടർ മേധാവികൾ നിയമം ലംഘിച്ചാൽ നീതി ഉറപ്പാക്കാൻ എൻവയൺമെന്റ് സെക്രട്ടറി സ്റ്റീവ് റീഡ് വാട്ടർ ആക്ടിന്റെ ശക്തമായ വ്യവസ്ഥകളിലൂടെ നിയമം ശക്തമാക്കുന്നുവെന്നും ജലമലിനീകരണം നടത്തുന്ന വാട്ടർ കമ്പനി മേധാവികൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കാനുള്ളതാണ് ഈ നിയമമെന്നും ദി ഐ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു.
ട്രംപ് റഷ്യയുടെ കീവിലെ ആക്രമണത്തെ അപലപിച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. 12 പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിന് ശേഷം ട്രംപ് സോഷ്യൽ മീഡിയയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് നിർത്തുവെന്ന് പറഞ്ഞതായും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന ഒരു ഹോട്ടൽ കമ്പനി പ്രതിവർഷം 700 മില്യൺ പൗണ്ട് നികുതിദായകരുടെ പണം സമ്പാദിക്കുന്നതായി ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. യുകെയിൽ അഭയാർത്ഥി പ്രതിസന്ധി രൂക്ഷമായതിനാൽ ഇത്തരം കമ്പനികൾക്ക് സർക്കാർ ഫണ്ട് ലഭിക്കുന്നു. എന്നാൽ ഈ ഫണ്ടിന്റെ ഉപയോഗം സുതാര്യമല്ലെന്ന ആരോപണമുണ്ട്. ജിൽ ഡാൻഡോ കൊലപാതകവുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ ഡെയിലി മിറർ കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഒരു സെർബിയൻ കൊലയാളിയുമായി ഈ കേസിന് ബന്ധമുണ്ടെന്നാണ് വാദം. 1999 ഈ കൊലപാതകം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തതാണ്. പോലീസിനോട് കേസ് വീണ്ടും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പത്രം പറയുന്നു. പുതിയ ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ ബിഗ് ടെക് കമ്പനികളുടെ ലാഭത്തിന് മുൻഗണന നൽകുന്നുവെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ നിയമങ്ങൾ പരാജയപ്പെടുമെന്ന് ക്യാമ്പയിനർമാർ ആരോപിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നാണ് ആവശ്യം. സൗത്ത്പോർട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ പിതാക്കന്മാർ ലണ്ടൻ മാരത്തണിൽ പങ്കെടുക്കുന്നതായി ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ മക്കളുടെ ഓർമ്മയ്ക്കായാണ് ഈ ഓട്ടമെന്നും അവർ എന്നും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ലോവർ ലീഗ് ഫുട്ബോൾ മത്സരം റദ്ദാക്കേണ്ടി വന്നതായി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. റഫറിയുടെ ഷൂവിൽ എന്തോ കണ്ടെത്തിയതാണ് കാരണം. ഫുട്ബോൾ മേധാവികൾ ഇത് അന്വേഷിക്കുന്നു. ഉക്രൈനിന് റഷ്യയുമായുള്ള സമാധാന കരാറിന്റെ നിബന്ധനകൾ തീരുമാനിക്കാൻ അവകാശമുണ്ടെന്ന് സർ കിയർ സ്റ്റാർമർ പറഞ്ഞതായി ഡെയിലി ടെലിഗ്രാഫ് പറഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് വെല്ലുവിളിയാണ് ഈ നിലപാട്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുകെയുടെ പിന്തുണ ഉക്രൈനിന് ഒപ്പമാണ്. ചൈന US വ്യാപാര യുദ്ധത്തിൽ ചൈന കടുത്ത നിലപാട് സ്വീകരിക്കുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ഇല്ലെന്നാണ് ചൈനയുടെ വാദം. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ശ്രദ്ധേയമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നത് തടയാൻ കർശനമായ സംവിധാനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് പിഴ നേരിടേണ്ടി വരുമെന്ന് മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമങ്ങൾ ടെക് കമ്പനികൾക്ക് അനുകൂലമാണെന്ന വിമർശനവുമുണ്ട്. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ ദേശീയ പത്രത്തിൻ്റെ ഒന്നാം പേജുകളിലെ പ്രധാന വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. ഫ്രഞ്ച് ഹൈസ്കൂളിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫ്രാൻസിലെ ഒരു ഹൈസ്കൂളിൽ 15 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയും 3 ആൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് മുൻപ് അക്രമി സ്കൂളിലെ എല്ലാവർക്കും ഒരു ഇമെയിൽ അയച്ചിരുന്നു. സ്കൂളിലെ അധ്യാപകർ പോലീസ് എത്തുന്നതിന് മുൻപ് അക്രമിയെ കീഴ്പ്പെടുത്തി. അക്രമിക്ക് നാസി ആശയങ്ങളോട് അനുഭവമുണ്ടായിരുന്നതായി ക്ലാസ്മേറ്റ് പറഞ്ഞു. ഇംഗ്ലണ്ടിലെ യങ് ഒഫൻഡർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അക്രമങ്ങൾ കുറയ്ക്കുന്നതിനായി പെപ്പർ സ്പ്രേ ഉപയോഗിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ യുവ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അക്രമങ്ങൾ കുറയ്ക്കുന്നതിനായി പെപ്പർ സ്പ്രേ ഉപയോഗിക്കാൻ തീരുമാനിച്ചതായി സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. സിന്തറ്റിക് പെപ്പർ സ്പ്രേ അഥവാ പാവ അക്രമ സാഹചര്യങ്ങൾ അവസാന മാർഗമായി ഉപയോഗിക്കും. മുതിർന്ന ജയിലുകളേക്കാൾ 14 മടങ്ങ് കൂടുതലാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നു. HMYOI ഫെൽത്തം എ, HMYOI വെറിംഗ്ടൺ, HMYOI വെതർബി എന്നിവിടങ്ങളിൽ ജീവനക്കാർക്കെതിരായ ആക്രമണങ്ങൾ 2024 25% വർദ്ധിച്ചു. 16 മുതൽ 18 വയസ്സുവരെയുള്ള ആൺകുട്ടികളാണ് ഈ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം തടവുകാരും. ഇവരിൽ ഭൂരിഭാഗവും കൊലപാതക ശ്രമം, ഗുരുതരമായ ശാരീരിക ഉപദ്രവം തുടങ്ങിയ അക്രമക്കുറ്റങ്ങൾക്കാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാർക്കും തടവുകാർക്കും പരിക്കേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതിനാൽ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അക്രമങ്ങൾ നിയന്ത്രിക്കാനാണ് ലക്ഷ്യം. പുതിയ തീരുമാനപ്രകാരം പരിശീലനം ലഭിച്ച ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാം. 12 മാസത്തിന് ശേഷം ഇതിന്റെ ഉപയോഗം അവലോകനം ചെയ്യും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.